ഇത്തവണ കേരളം തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നു എന്നതുകൊണ്ട് അത് പരിഗണിച്ചെങ്കിലും ചില കാര്യങ്ങൾ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിച്ചത്. കഴിഞ്ഞ ഒരു ദശാബ്ദത്തിലേറെ കാലമായുള്ള അവഗണനയുടെ രാഷ്ട്രീയ ആവർത്തി ഒരു ഭാഗത്ത് നിൽക്കുമ്പോഴും എന്തെങ്കിലും കിട്ടുമെന്ന് പ്രതീക്ഷിച്ചു. ഒരു സംസ്ഥാനത്തെയും അതിൻ്റെ ജനങ്ങളെയും ഇങ്ങനെ അവമാനിച്ചൊരു ബജറ്റ് സമീപകാലത്ത് ഉണ്ടായിട്ടില്ല. സത്യത്തിൽ സുരേഷ് ഗോപിയും ജോർജ് കുര്യനും ഈ പരിപാടി നിർത്തി വല്ല കടലാമ നിരീക്ഷണത്തിനും പോകുന്നതായിരിക്കും നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ കേരളം വളരെ കൃത്യമായൊരു പാക്കേജ് സമർപ്പിച്ചു. ഉറപ്പായിട്ടും അനുവദിക്കാൻ കഴിയുന്ന ചില ന്യായമായ ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചു. ഇപ്പോൾ ഏറ്റവും അവസാനം പ്രീ ബജറ്റ് ഡിസ്കഷൻ്റെ സമയത്ത് നമ്മുടെ ധനകാര്യമന്ത്രി മുന്നോട്ട് വെച്ച കുറേ കാര്യങ്ങളുണ്ട്. ലോങ് പെൻഡിങ് ഡിമാൻഡ്സാണ്. ഇപ്പോൾ എയിംസ് എവിടെയാണ് ഇല്ലാത്തത്? അത് തരാമെന്ന് പാർലമെൻറ്റിൻ്റെ ഇരുസഭകളിലും ഉറപ്പ് നൽകിയതാണ് പലതവണ. അതില്ല എന്ന് തുടങ്ങി ഇപ്പോൾ അതിവേഗ റെയിലിൻ്റെ കാര്യം വന്നു. രാഷ്ട്രീയ കക്ഷികൾക്കെല്ലാം ഇടയിലൊരു യോജിപ്പുണ്ടായല്ലോ. കോൺഗ്രസിനകത്ത് രണ്ട് അഭിപ്രായമൊക്കെ ഉണ്ടെങ്കിൽ പോലും പൊതുവിൽ ആ കാര്യത്തിനകത്തൊരു യോജിപ്പ് വന്നല്ലോ. അതും തരുന്ന സ്ഥിതി ഉണ്ടായില്ല. എന്താണ് നമ്മുടെ സംസ്ഥാനത്തിന് കിട്ടിയതെന്ന് ആലോചിക്കുമ്പോൾ ഏറ്റവും വലിയ അപമാനമാണ് ഈ ബജറ്റ് എന്ന് പറയുന്നത്. എൻ്റെ ഒരു മിനിമം ആവശ്യം എന്ന് പറയുന്നത്, ഇപ്പോൾ കേരളം അതുകൊണ്ടൊന്നും തളരാൻ പോകുന്നൊരു സംസ്ഥാനമല്ല. നമ്മൾ തനത് വരുമാനം വർദ്ധിപ്പിച്ചും സ്വന്തം പരിപാടികൾ ആവിഷ്കരിച്ചും ഏതറ്റം വരെയും പ്രതിരോധം തീർത്ത് മുന്നോട്ട് പോകുമ്പോൾ തീരുമാനിച്ച ഒരു ഗവൺമെൻറ്റാണ്. അതിന് നേതൃത്വം കൊടുക്കുന്ന ഒരു മുന്നണിയാണ്. കഴിഞ്ഞ സംസ്ഥാന ബജറ്റ് തന്നെ സ്വാഭാവികമായിട്ടും അതിലേക്കൊരു പ്രഖ്യാപനമാണ്. തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുമ്പോഴും അങ്ങനെ ഒരു ബജറ്റ് അവതരിപ്പിച്ചുകൊണ്ട് ഞങ്ങളുടെ നയം വ്യക്തമായി കഴിഞ്ഞു. കേരളം തളരാൻ പോകുന്നില്ല, തകരാൻ പോകുന്നില്ല. ഈ വൻ തട്ടിപ്പിനെതിരെയുള്ള വലിയ പ്രതിഷേധം ഉണ്ടാവണം. മിനിമം ഈ രണ്ട് കേന്ദ്രമന്ത്രിമാർ രാജിവെച്ച് ഞാൻ നേരത്തെ പറഞ്ഞ നിരീക്ഷണത്തിന് പോകുന്നതായിരിക്കും നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ അതിവേഗ റെയിൽ പദ്ധതി കേന്ദ്ര സർക്കാർ ഇത്തരത്തിലൊരു തീരുമാനവും എടുത്തിട്ടില്ലെങ്കിൽ ഈ ശ്രീധരൻ എങ്ങനെയാണ് അങ്ങനെ കേരളത്തിലാകെ ഇങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തിയിട്ടുണ്ടാകുന്നത്? ഒരു കാര്യം എനിക്ക് അഭിസംബന്ധിച്ചിട്ട് ഈ ശ്രീധരൻ നടത്തുന്ന പല പ്രഖ്യാപനങ്ങളും അദ്ദേഹം മന്ത്രിയാകുന്നതിന് മുൻപ് മത്സരിക്കുന്നതിന് മുമ്പ് പാലക്കാട് ഓഫീസ് തുടങ്ങിയ ആളാണ്. അപ്പോൾ ആധുനിക സൗകര്യങ്ങളുടെ ഓഫീസ് തുടങ്ങിയ ആളാണ്. അപ്പോൾ ഭാവനയുടെ കൊടുമുടിയിൽ കയറിയിട്ടായിരിക്കാം നമ്മളെ മുമ്പിൽ ഇപ്പോൾ ഉള്ളത് ശ്രീധരൻ്റെ പ്രഖ്യാപനങ്ങളെക്കാളൊക്കെ ഉപരിയായി കേന്ദ്രത്തിൻ്റെ ധനകാര്യമന്ത്രിയുടെ ബജറ്റ് സ്പീച്ചും അഭിസംബന്ധിച്ച വിശദാംശങ്ങളുമാണ്. അതിനകത്ത് ഇല്ല എന്നുള്ളതാണ് ഈ സമയം നമ്മളെല്ലാവരും മനസ്സിലാക്കുന്നത്. മറ്റു കാര്യങ്ങൾ അദ്ദേഹം വിശദാക്കേണ്ടതാണ്. പക്ഷേ എന്തായാലും കേരളം അതുകൊണ്ടൊന്നും അവസാനിക്കാൻ പോകുന്നില്ല. കേരളം അതിൻ്റെ തനത് വരുമാനം ഇനിയും വർദ്ധിപ്പിച്ചുകൊണ്ട് ശക്തമായ പ്രതിരോധം തീർക്കും. പക്ഷേ ഇതൊരു വളരെ ഗുരുതരമായിരിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രശ്നമാണ്. ഒരു സംസ്ഥാനത്തെ ഇങ്ങനെ നാണം കെടുത്തുക എന്ന് പറഞ്ഞാൽ എന്തെല്ലാം കാര്യങ്ങൾ സമർപ്പിച്ചു, എത്ര തവണ സംസാരിച്ചു. ഈ കേരളത്തിൻ്റെ ഇടപെടലിനെല്ലാം അവർ തൃണവൽക്കരിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു കാര്യമാണ്. പിന്നെ ഇവിടുത്തെ BJP നേതൃത്വത്തിനൊന്നും പറഞ്ഞാൽ ഈ കേരളം തകർന്നാലാണ് അവർക്ക് മെച്ചമെന്ന് വിചാരിക്കുന്ന ഒരു നേതൃത്വമാണ് കേരളത്തിലുള്ളത്. വേറെ എന്ത് ചെയ്യാൻ പറ്റും? എന്തായിരുന്നാലും ഞങ്ങൾ അതിശക്തമായ പ്രതിഷേധമാണ്. ഈ ബജറ്റിനെതിരെയുള്ള വലിയ പ്രതിഷേധം കേരളത്തിലാകെ അലയടിക്കുന്ന കാര്യത്തിൽ സംശയമില്ല.